Hello dear students. ഇന്ന് നമ്മൾ MySQL ഒരു ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഡാറ്റാബേസിൽ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഡാറ്റാബേസസ് എങ്ങനെ വ്യൂ ചെയ്യാം, അതുപോലെ ഒരു ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യാം. ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് how to create a database. Okay, the SQL create database statement is used to create a new SQL database. ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്വറിയാണ് ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. ക്രിയേറ്റ് ഡാറ്റാബേസ് ദെൻ ഡാറ്റാബേസ് നെയിം. ഓക്കെ, ഈ ക്രിയേറ്റ് ഡാറ്റാബേസ് നെയിം എന്ന് പറയുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് നമുക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ക്വറി എഴുതിയതിന് ശേഷം നമ്മൾ ഒരു സെമി കോളൻ ഇട്ട് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ, നമുക്ക് ടെസ്റ്റ് ഡി ബി എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ക്വറി ക്രിയേറ്റ് ഡാറ്റാബേസ് ടെസ്റ്റ് ഡി ബി. ഓക്കെ, ക്രിയേറ്റ് ഡാറ്റാബേസ് ടെസ്റ്റ് ഡി ബി ദെൻ സെമി കോളൻ. ഇതാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറി. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു സ്കൂൾ എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കും? ക്രിയേറ്റ് ഡാറ്റാബേസ് സ്കൂൾ. ആ ഡാറ്റാബേസിൻ്റെ നെയിം ആയിരിക്കും ലാസ്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഒരു സെമിക്കോളൻ. ഓക്കെ, ഇനി ഷോ ഡാറ്റാബേസസ് എന്ന് പറയുന്നത് once a database is created you can check it in the list of databases as follows. ഇപ്പം നിങ്ങൾ ഓൾറെഡി നമ്മളൊരു ഡാറ്റാബേസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു കമാൻഡാണ് ഷോ ഡാറ്റാബേസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതി, ഷോ ഡാറ്റാബേസസ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റാബേസും ലിസ്റ്റ് ചെയ്ത് കാണും. ഇപ്പം ഞാനിവിടെ കൊടുത്തു ഷോ ഡാറ്റാബേസ് എന്ന് കൊടുത്തപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഇത്രയും ഡാറ്റാബേസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡാറ്റാബേസസ് എത്ര ഡാറ്റാബേസ് ആണോ ഇവിടെ 6 റോസ് നിങ്ങൾക്ക് കാണാം. 6 റോസ് സെലക്ട്, അതായത് 6 ഡാറ്റാബേസസ് എൻ്റെ സിസ്റ്റത്തിലുണ്ട്. ആ ഡാറ്റാബേസസ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, യൂസ് സ്റ്റേറ്റ്മെൻറ്റ്. എന്തിനാണ് ഒരു യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? ദ SQL യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് യൂസ് ടു സെലക്ട് എനി എക്സിസ്റ്റിംഗ് ഡേറ്റാബേസ് ഇൻ ദി SQL സ്കീമ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഡാറ്റാബേസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് യൂസ് ഡാറ്റാബേസ് നെയിം. ഏത് ഡാറ്റാബേസ് ആണോ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് ആ ഡാറ്റാബേസിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യുക. അതായത് യൂസ് JDT. അപ്പം JDT എന്ന് പറഞ്ഞ ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ യൂസ് ഇറ്റ്. ദാറ്റ് ഈസ് യൂസ് JDT എന്ന് കൊടുത്താൽ ആ ഡാറ്റാബേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. സാധാരണയായി നമ്മൾ ടേബിൾസിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേബിൾസാണ്. അപ്പോൾ ഈ ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഡാറ്റാബേസിൻ്റെ ഉള്ളിലാണ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നായി നമ്മൾ തീരുമാനിക്കണം ഏത് ഡാറ്റാബേസിലാണ് ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം അത് യൂസ് ചെയ്യുക. എന്നിട്ട് ആ യൂസ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ കൺട്രോള് പർട്ടിക്കുലർ ഡാറ്റാബേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അവിടെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ ലാബിൽ ക്വറി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. നിങ്ങളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഏത് ഡാറ്റാബേസിലാണോ നിങ്ങൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡാറ്റാബേസിനെ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഡാറ്റാബേസിലേക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾ സേവ് ആവുകയുള്ളൂ. നെക്സ്റ്റ്, ഡ്രോപ്പ് ഓർ ഡിലീറ്റ് ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ ഡ്രോപ്പ് ഡാറ്റാബേസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് യൂസ് ടു ഡ്രോപ്പ് ആൻ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് ഇൻ SQL സ്കീമ. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് ആണ് ഡ്രോപ്പ് ഡാറ്റാബേസ് നെയിം. ഇഫ് യു വോണ്ട് ടു ഡിലീറ്റ് ആൻ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് ടെസ്റ്റ് ഡി ബി എന്ന ഡാറ്റാബേസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ക്വറി എന്ന് പറയുന്നത് ഡ്രോപ്പ് ഡാറ്റാബേസ് ടെസ്റ്റ് ഡി ബി. ഏത് ഡാറ്റാബേസ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ഈ ഡ്രോപ്പ് ഡാറ്റാബേസിന് ശേഷം ആ നെയിം സ്പെസിഫൈ ചെയ്യുക. ഓക്കെ.
ഇവിടെ നമുക്ക് വേണ്ട നെയിം നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അത് ക്രിയേറ്റ് ഡാറ്റാബേസ്. ഞാനിവിടെ ഒരു ഡാറ്റാബേസിന് നെയിം കൊടുത്തത് ടെസ്റ്റ് DB. ഇതാണ് നമ്മുടെ ഡാറ്റാബേസ് നെയിം. ഓക്കെ, ഇനി ഇത് MySQL എങ്ങനെ റൺ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് അതിന് നമ്മൾ ആദ്യമായിട്ട് MySQL ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, എന്നിട്ട് MySQL ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് അതിലാണ് നമ്മൾ ക്വറി എഴുതാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ MySQL കമാൻഡ് ലൈൻ പ്രോംപ്റ്റ്. ഓക്കെ, MySQL കമാൻഡ് ലൈൻ ക്ലയൻറ്റ്. ഓക്കെ, അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ലാബിൽ വന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, MySQL എങ്ങനെ നമുക്ക് MySQL ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാമെന്നൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ കോളേജ് റീഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ലാബിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കാം. പക്ഷെ അതിന് മുന്നായിട്ട് നിങ്ങൾ എങ്ങനെ ക്വറി എഴുതണം എന്നുള്ളതൊക്കെ നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇതിന് സൗകര്യമുള്ള ആൾക്കാർ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് ചെയ്ത് നോക്കുക, ലാബൊക്കെ ചെയ്ത് നോക്കുക. അല്ലാത്ത ആൾക്കാർ ഇത് നോക്കി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കും പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എറേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ MySQL എന്ന് പറയുന്ന കമാൻഡ് ലൈൻ വന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മളെ ക്വറീസ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഈ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഏതൊക്കെ ഡാറ്റാബേസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്വറി ഉണ്ടായിരുന്നു ഇല്ലേ? അതേതായിരുന്നു? ഷോ ഡാറ്റാബേസസ്. ഓക്കെ, ഷോ ഡാറ്റാബേസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വറി ഉണ്ട്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഏതൊക്കെ ഡാറ്റാബേസ് ഉണ്ട് എന്ന് കാണിക്കാൻ. ഷോ ഡാറ്റാബേസസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുക. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻഫർമേഷൻ സ്കീമ MySQL ടെസ്റ്റ് DB. ഓക്കെ, ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് 4 ഡാറ്റാബേസസ് ആണ് ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലുള്ളത്. ഇനി എനിക്കൊരു പുതിയ ഡാറ്റാബേസ് ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ക്രിയേറ്റ് ഡാറ്റാബേസ് നെയിം എന്നുള്ള ആ ക്വറി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ക്രിയേറ്റ് ഡാറ്റാബേസ്. എനിക്കൊരു പേര് കൊടുക്കണം. ഞാൻ JDT എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്വറി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ നമ്മളൊരു സെമികോളൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ക്വറി എഴുതി കഴിഞ്ഞിട്ട് സെമികോളൻ ഇട്ട് കൊടുക്കുക. സെമികോളൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു സെൻറ്റൻസ് സ്റ്റോപ്പ് ചെയ്യില്ലേ, ആ ഒരു മീനിങ് ആണ് ഇതിലുള്ളത്. നമ്മുടെ ക്വറി കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെമികോളൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മൾ കൊടുത്ത ക്വറി എക്സിക്യൂട്ട് ചെയ്യും. ആ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ കൊടുത്തിട്ടുണ്ട് ക്രിയേറ്റ് ഡാറ്റാബേസ് JDT. ഓക്കെ, അത് ഞാൻ എൻ്റർ അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്വറി ഓക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് ക്വറി ഓക്കെ 1 റോ എഫക്റ്റഡ് ഉണ്ടോ, ഇങ്ങനൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ക്വറി ഓക്കെ ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് നോക്കണം നമ്മൾ ആ ഒരു ടേബിൾ ഡാറ്റാബേസ് ഈ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഗെയിൻ ഏത് ക്വറി യൂസ് ചെയ്യണം? ഷോ ഡാറ്റാബേസസ് എന്ന് പറഞ്ഞ ക്വറി എഗെയിൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇവിടെ 4 ഡാറ്റാബേസസ് ആണുള്ളത് അല്ലേ. ഇനി നമ്മൾ കൊടുത്ത ഈ JDT എന്ന് പറയുന്ന ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ ആ ഷോ ഡാറ്റാബേസസ് കൊടുക്കുക. ഓക്കെ, ഞാൻ എഗെയിൻ ആ ഒരു ഷോ ഡാറ്റാബേസസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വറി ഞാൻ കൊടുത്തു. അതിനുശേഷം എൻ്റർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടോ, JDT എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത ആ ഒരു ഡാറ്റാബേസ് നെയിം കണ്ടോ ഇവിടെ JDT അതിവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ എത്ര ഡാറ്റാബേസസ് ആയി? ടോട്ടൽ 5 ഡാറ്റാബേസസ് നമ്മളെ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി നമ്മൾ വേറെ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ JDT ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്കത് ഡിലീറ്റ് ചെയ്യണം. അതിനുള്ള ക്വറി എന്തായിരുന്നു? ഡ്രോപ്പ് ഡാറ്റാബേസ് അല്ലേ.
ഡ്രോപ്പ് ഡാറ്റാബേസ് എന്ന് പറയുന്ന ക്വറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതൊന്ന് കൊടുത്തു നോക്കാം. ഡ്രോപ്പ് ഡാറ്റാബേസ് JDT. ഓക്കെ, അതിനുശേഷം സെമിക്കോളൻ, ദെൻ എൻ്റർ. അപ്പോൾ ആ ഒരു ക്വറിയും ഓക്കെയാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഒരു മെസ്സേജ് കിട്ടിയത്. ഇനി നമുക്ക് ആ ഡാറ്റാബേസ് ഡിലീറ്റ് ആയിട്ടുണ്ടോ നോക്കണ്ടേ. ഡിലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ കാണില്ല, ഡിലീറ്റ് ആയിട്ടില്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇനി ഞാൻ എഗെയിൻ ഷോ ഡാറ്റാബേസസ് എന്ന് പറയുന്ന ക്വറി കൊടുക്കാൻ പോവുകയാണ്. ഷോ ഡാറ്റാബേസസ് അത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമ്മളിവിടെ നമുക്ക് JDT ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ JDT ഇല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ആ ഒരു ഡാറ്റാബേസ് ഡിലീറ്റായി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ക്രിയേറ്റ് ഡാറ്റാബേസ്, അതിനുശേഷം ഷോ ഡാറ്റാബേസസ്, ദെൻ ഡ്രോപ്പ് ഡാറ്റാബേസ്. ഒരു ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോപ്പ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഡ്രോപ്പ് ഡാറ്റാബേസ് നെയിം എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ എടുത്ത ആ ഒരു ഇതിൻ്റെ MySQLൻ്റെ ക്വറീസ് നിങ്ങൾ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. ആ നോട്ട്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് പഠിച്ചെടുക്കണം. ആ നോട്ട്സ് നിങ്ങൾ പഠിക്കണം. ഓരോ ക്വറിയും എങ്ങനെ എഴുതാമെന്നുള്ളത് നോട്ടിൽ നോക്കി നേരത്തെയുള്ള നോട്ട് എടുത്ത് വെച്ചിട്ട് വേണം ഈ ഒരു വീഡിയോയും കൂടെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് പുതിയതായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത്, നമുക്ക് ഡാറ്റാബേസ് മാത്രം പോരല്ലോ, ഡാറ്റാബേസിൽ ടേബിൾസ് വേണം. ടേബിൾസിലേക്കാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത്. അതായത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ടേബിൾസിലാണ്. ഇപ്പോൾ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ബോക്സ്, അത്രയും ചിന്തിക്കാം. ഓക്കെ, ഒരു എംപ്റ്റി ആയിട്ടുള്ള ബോക്സ്. ഇനി ആ ബോക്സിലേക്ക് നമ്മൾ ഓരോ ടേബിൾസ് ആക്കിയിട്ട് ഡാറ്റ വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് എന്ത് വേണം, രണ്ടാമതായിട്ട് നമുക്ക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണം. ഇനി ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറിയാണ് നമുക്ക് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് യൂസ് ടു ക്രിയേറ്റ് എ ന്യൂ ടേബിൾ. ഒരു ന്യൂ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു യൂസ് ക്രിയേറ്റ് ടേബിൾ. ഓക്കെ, ഇനി അതിൻ്റെ സിൻടാക്സ് നോക്കാം. ക്രിയേറ്റ് ടേബിൾ നെയിം. ഏത് നെയിമിലാണോ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ടേബിളിൻ്റെ നെയിം ഇവിടെ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏതൊക്കെ കോളംസ് ആണോ നമുക്ക് വേണ്ട ആ കോളം സ്പെസിഫൈ ചെയ്യുക. കോളം നെയിമാണ് ഇവിടെ കൊടുക്കുന്നത്. കോളം നെയിം, ഡാറ്റ ടൈപ്പ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ സ്ട്രിങ്സ് ആണെങ്കിൽ ക്യാർ അല്ലെങ്കിൽ വാർക്യാർ യൂസ് ചെയ്യാം. ഇനി നമ്പേഴ്സ് ആണെങ്കിൽ എന്താ, ഇൻറ്റ്. ഓക്കെ, നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഇൻറ്റ് ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ് ഡാറ്റ ടൈപ്പ്. അതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എഴുതിയ നോട്ട്സ് പോയിട്ട് ചെക്ക് ചെയ്യുക. ഡാറ്റ ടൈപ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് എത്ര കോളംസ് വേണോ അത്രയും കോളംസ് നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്യണം. അത് അലോങ് വിത്ത് ദാറ്റ് വി ഹാവ് ടു സ്പെസിഫൈ ദി ഡേറ്റ ടൈപ്പ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കോളം. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു ടേബിളിൽ നമുക്ക് വേണ്ട അത്രയും കോളം സ്പെസിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ ക്ലോസ് ചെയ്യുക. നിങ്ങളുണ്ടോ ഇവിടെ ക്ലോസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തു, അത് നമ്മളിവിടെ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ നമ്മൾ ആ ക്രിയേറ്റ് ടേബിൾ കമാൻഡ് കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു പുട്ട് ഹിയർ ആ സെമിക്കോളൻ. ഓക്കെ, ആ സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. ആ സെമിക്കോളൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, എൻ്റർ അടിച്ച് കഴിയണം. എൻ്റർ അടിച്ചാൽ മാത്രമേ നമ്മൾ ആ ഒരു ക്വറി എക്സിക്യൂട്ട് ആവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്കിതൊരു എക്സാമ്പിൾ നോക്കാം. ഇതെങ്ങനെ ക്രിയേറ്റ് ടേബിൾ കമാൻഡ് എഴുതിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ആണ്, ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പേഴ്സൺ എന്ന് പറയുന്ന ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ പേഴ്സൺസ്. ഓക്കെ, അപ്പോൾ പേഴ്സൺസിന് നമ്മൾ സാധാരണ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുക? പേഴ്സൺ ID, ഒരു ID. അതുപോലെ ആ IDൻ്റെ ടൈപ്പ് എന്താ? ID ഇൻറ്റിജർ ആയിട്ടാണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തത്. അതായത് നിങ്ങൾക്ക് ആ പേഴ്സൺ IDയിലേക്ക് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും? 1 2 3 എക്സെട്ര അപ് ടു അങ്ങനെ കൊടുക്കാം. നമ്പേഴ്സാണ് കൊടുക്കുക. അതുപോലെ ലാസ്റ്റ് നെയിമിൻ്റെ ഡാറ്റ ടൈപ്പ് വാർക്യാർ. നിങ്ങൾക്ക് 255 ക്യാരക്ടേഴ്സ് ഇവിടെ സ്റ്റോർ ചെയ്യാം. അതുപോലെ ഫസ്റ്റ് നെയിം വാർക്യാർ 255, ദെൻ അഡ്രസ് വാർക്യാർ 255, ദെൻ സിറ്റി വാർക്യാർ 255. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ
അതായത് ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് വേണം അതായത് ഒരു പേഴ്സൺസ് എന്ന് പറഞ്ഞ ടേബിളിൽ നിങ്ങൾക്ക് എത്ര ഫീൽഡ് വേണം? ഇവിടെ ഫീൽഡ് എന്നാണ് പറയുക, കോളംസ് അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയും. പേഴ്സൺ ഐ ഡി 1 2 3 4 5 കോളം നിങ്ങൾക്ക് ഇങ്ങനെ വേണം. ഇതാണ് ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ എവിടെയാണ് ക്രിയേറ്റ് ടേബിൾ കൊടുക്കുക? നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം, അതിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. Okay, you can verify if your table has been created successfully by using a disk command as follows. അപ്പോൾ നമ്മൾ ആ ടേബിൾ ക്രിയേറ്റ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ക്വറിയാണ് ഡിസ്ക് പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ നേരത്തെ ടേബിൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയോ എന്ന് ക്രിയേറ്റ് ആയോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്തത്? ഷോർട്ട് ടേബിൾസ് എന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുത്തപ്പോഴല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്തത് ആ ഒരു ക്വറി കൊടുത്തിട്ടല്ലേ, ഷോ ഡാറ്റാബേസസ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ടേബിൾ അവിടെ ക്രിയേറ്റ് ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലേ നമുക്കൊരു മെസ്സേജ് വരും, ക്വറി ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. ഓക്കെ, അപ്പോൾ ആ ക്വറി ഓക്കെ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളെ ടേബിൾ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ ക്രിയേറ്റ് കൊടുത്ത ടേബിൾ അതുപോലെയൊക്കെ തന്നെ ആണോ ക്രിയേറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഏത് ക്വറി കൊടുക്കുന്നത്? ഡിസ്ക് ആ ഒരു ടേബിൾ നെയിം. ഓക്കെ, ഡിസ്ക് ടേബിൾ നെയിം എന്ന് കൊടുക്കും. അതായത് ഡിസ്ക്രൈബ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ പറയുന്ന ടേബിൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇത് എങ്ങനെ എക്സിക്യൂട്ട് ആവും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ പോവാം. ഓക്കെ, അപ്പോൾ എനിക്കിപ്പം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പേഴ്സണലായിട്ട് ഒരു ഡാറ്റാബേസ് വേണം. ആ ഡാറ്റാബേസിലാണ് ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ അതിനായി ആദ്യം ഒരു ഡാറ്റാബേസ് അഗൈൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ക്രിയേറ്റ് ഡാറ്റാബേസ്, ദെൻ ഡാറ്റാബേസ് നെയിം. അപ്പോൾ ഞാനിവിടെ ഡാറ്റാബേസിൻ്റെ പേര് കൊടുത്തത് മൈ ഡാറ്റാബേസ്. ക്രിയേറ്റ് ഡാറ്റാബേസ് മൈ ഡാറ്റാബേസ് എന്നുള്ള ഒരു ഡാറ്റാബേസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത് ക്വറി ഓക്കെ ആയി. അപ്പോൾ നമുക്ക് ഇനി ഡിസ്പ്ലേ ചെയ്യിച്ചു നോക്കാം. ഷോ ഡാറ്റാബേസസ്. അപ്പോൾ അത് മൈ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ മൈ ഡാറ്റാബേസിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, മൈ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക ഒരു എംപ്റ്റി ബോക്സ് ആണ്. ഇനി എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് മൈ ഡാറ്റാബേസ് എന്ന് പറയുന്ന ആ എംപ്റ്റി ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ടേബിൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഡാറ്റാബേസ് യൂസ് ചെയ്യണം. ഓക്കെ, ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം 5 ഡാറ്റാബേസസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ക്രിയേറ്റ് ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ ക്രിയേറ്റ് ആവുമെന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയല്ല, ക്രിയേറ്റ് ആവില്ല. ബിക്കോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയി ഏത് ഡാറ്റാബേസിലാണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഡാറ്റാബേസ് നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന ക്വറിയാണ് യൂസ് ഡാറ്റാബേസ്. യൂസ് എന്ത് പറയണം? നമ്മുടെ ഡാറ്റാബേസ് നെയിം കൊടുക്കുക. അപ്പം യൂസ് മൈ ഡാറ്റാബേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് കാണാം ഡാറ്റാബേസ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ട്. യൂസ് മൈ ഡാറ്റാബേസ്, അതായത് മൈ ഡാറ്റാബേസിലേക്കാണ് ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാനത് യൂസ് ചെയ്യണം. സോ യൂസ് മൈ ഡാറ്റാബേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റാബേസ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് വരും. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി വി ആർ ഇൻ മൈ ഡാറ്റാബേസ്. ഇനി നമുക്ക് അവിടേക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറി എഴുതാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ലാബിൽ ചെയ്യുകയാണെങ്കിലും നോട്ട്ബുക്കിൽ എഴുതുകയാണെങ്കിലൊക്കെ ഈ രീതിയിൽ വേണം ക്വറി എഴുതാൻ. അതായത് ഒരു സിംഗിൾ ലൈനായിട്ട് എഴുതുന്നതിന് പകരം സെലക്ട് ചെയ്ത് ഡാറ്റാബേസിൽ മൈ ഡാറ്റാബേസിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുള്ള ക്വറി എഴുതാൻ നമുക്ക് ക്രിയേറ്റ് ടേബിൾ, ക്രിയേറ്റ് ടേബിൾ, ഇനി ടേബിൾ നെയിം പേഴ്സൺസ്. ഓക്കെ, ക്രിയേറ്റ് ടേബിൾ നെയിം കൊടുത്തത് പേഴ്സൺസ് എന്നാണ്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എൻ്റർ അടിക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോഴും ലാബിൽ ചെയ്യുമ്പോഴും അതുപോലെ നോട്ട്ബുക്കിൽ എഴുതുമ്പോഴും ഈ രീതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക്
കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതായത് നമുക്ക് ക്വറി എങ്ങനെ വേണമെങ്കിലും എഴുതാം. നമുക്ക് ഒരു സിംഗിൾ ലൈനിൽ ഇത് മൊത്തം ക്രിയേറ്റ് ടേബിൾ, അത് ടേബിൾ നെയിം, പിന്നെ നമുക്ക് വേണ്ട ഫീൽഡ്സ് ഒക്കെ നമുക്ക് ഒരൊറ്റ ലൈൻ ആക്കിയിട്ട് എഴുതാം. അതിന് പകരം നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, ഓരോരോ ലൈൻസ് ആക്കി എഴുതിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എറേഴ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് അത് ഡിബഗ് ചെയ്ത് എടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു എഴുതുമ്പോൾ സിംഗിൾ ലൈനിന് പകരം ഇങ്ങനെ നെക്സ്റ്റ് ലൈനിൽ വെച്ച് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാം, നമ്മൾ നേരത്തെ എൻ്റർ അടിച്ചപ്പോൾ എന്തായിരുന്നു, ക്വറി എക്സിക്യൂട്ടായി. ഇവിടെ ക്വറി എക്സിക്യൂട്ട് ആയിട്ടില്ലല്ലോ. അതിൻ്റെ റീസൺ എന്താ? ക്വറി എക്സിക്യൂട്ട് ആവാതിരിക്കാൻ കാരണം നമ്മൾ സെമിക്കോളൻ ഇട്ടിട്ടില്ല ഇവിടെ. ഓക്കെ, സെമിക്കോളൻ ഇട്ടിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് ക്വറി എക്സിക്യൂട്ട് ആവുകയുള്ളൂ. ഇവിടെ നമുക്ക് ക്വറി എക്സിക്യൂട്ട് ആവാത്തത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ക്രിയേറ്റ് ടേബിൾ പേഴ്സൺസ് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് വേണ്ട ഫീൽഡ് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ പേഴ്സൺ ID അല്ലേ, ഞാൻ ജസ്റ്റ് ID എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, ID. ഇനി അതിൻ്റെ ടൈപ്പ് എന്താണ്, ഇൻറ്റ് ഓഫ് 3 എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ. അതിനുശേഷം കോമ, ദെൻ നെയിം, അതിൻ്റെ ടൈപ്പ് വർക്ക്യാർ ഓഫ് 20, സൈസ് 20 സ്പെസിഫൈ ചെയ്തു. അഗെയിൻ കോമ. ഇനി അതിനുശേഷം പേഴ്സൻ്റെ നെയിമായി ID, നെയിം, ദെൻ ഫോൺ നമ്പർ, ഫോൺ int of 10. ഓക്കെ, ഇവിടെ ഞാൻ തൽക്കാലത്തേക്ക് 3 ഫീൽഡ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ID, ഒന്ന് നെയിം, ഒന്ന് ഫോൺ നമ്പർ. ഇത്ര മാത്രമേ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ക്ലോസ് ദ ബ്രാക്കറ്റ് ആൻഡ് പുട്ട് എ സെമിക്കോളൻ. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ക്വറി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ നെയിം കൊടുക്കുക, ഓപ്പൺ ദ ബ്രാക്കറ്റ്, ദെൻ ഏത് ഫീൽഡാണോ ഫസ്റ്റ്, നിങ്ങൾക്ക് ഏത് ഫീൽഡാണ് വേണ്ടത് അതിവിടെ കൊടുക്കുക. അതിൻ്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുക, സൈസ് ഇതിനുള്ളിൽ സ്പെസിഫൈ ചെയ്യുക, ദെൻ പുട്ട കോമ, ദെൻ അടുത്ത ലൈനിൽ പോവുക, നെയിം വർക്ക്യാർ ഓഫ് 20, ദെൻ ഫോൺ ഇൻറ്റ് ഓഫ് 10, ദെൻ ക്ലോസ് ദ ബ്രാക്കറ്റ്. എല്ലാ കോളംസും സ്പെസിഫൈ ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ശേഷം സെമിക്കോളൻ ഇട്ട് കൊടുക്കുക, ദെൻ എൻ്റർ. അപ്പം നമുക്കിവിടെ എന്താ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നമ്മളെ ക്വറിയിൽ. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു മെസ്സേജ്. അല്ലെങ്കിൽ നമുക്ക് ക്വറി ഓക്കെ എന്നുള്ള മെസ്സേജ് ആയിരുന്നു വരേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ മിസ്റ്റേക്ക് എന്നുള്ളത്. എഗെയിൻ ഞാനൊരു അത് തന്നെ കൊടുക്കാൻ പോവാണ്, ക്രിയേറ്റ് ഫോൺ നമ്പർ കഴിഞ്ഞിട്ട് ശരിക്കും നമുക്ക് ഒരു കോമയുടെ ആവശ്യമുണ്ടോ അവിടെ? അതായത് നമുക്ക് കോമ കൊടുക്കേണ്ടത് എപ്പോഴാന്ന് പറഞ്ഞാൽ അടുത്ത കോളം ഉണ്ടെങ്കിൽ മാത്രം കോമ കൊടുത്താൽ മതി. ഞാനിവിടെ അടുത്ത കോളം എനിക്കില്ല, എന്നിട്ട് ഞാൻ കോമ കൊടുത്തു. അതായിരിക്കാം മിസ്റ്റേക്ക്. നമുക്ക് നോക്കാം. എൻ്റർ അടിച്ചു, ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ടു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കണ്ടോ, ഇപ്പോൾ ക്വറി ഓക്കെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴെന്താ അതിൻ്റെ മീനിങ്, നമ്മുടെ ക്വറി ഓക്കെ ആണ്. നേരത്തെ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്തായിരുന്നു, അവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ്ട്രാ ഒരു കോമ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോമ എപ്പോൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് അതിന് ഈ ഒരു ഫോൺ എന്ന് പറയുന്ന ഫീൽഡ് കഴിഞ്ഞിട്ട് ഒരു ഫീൽഡും കൂടെ ഉണ്ടെങ്കിൽ മാത്രം മതി ഇവിടെ കോമ. അല്ലാതെ നമുക്ക് ഈ ഒരു 3 കോളം മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ കോമയുടെ ആവശ്യമില്ല. ഇവിടെ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ദെൻ ഈ ഒരു സെമിക്കോളൻ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ടോ? ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം. എന്താ പറഞ്ഞാൽ ക്വറി ഓക്കെ എന്നുണ്ട് പറയുന്ന മെസ്സേജ് വന്നുകൊണ്ട് നമ്മൾ ആ ഒരു ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു ടേബിൾ നമുക്ക് കാണണം, അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എന്തായിരുന്നു ഉപയോഗിക്കുക, DESC. ഓക്കെ, DESC ഡിസ്ക്രൈബ്, എന്നിട്ട് ടേബിൾ നെയിം കൊടുക്കുക, ഡിസ്ക്രൈബ് പേഴ്സൺസ് എന്ന് കൊടുത്താൽ മതി, എന്നിട്ട് സെമിക്കോളൻ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാണുന്നില്ലേ? അപ്പോൾ ഫീൽഡ് ഏതൊക്കെ ഫീൽഡാണ്? 3 ഫീൽഡായിരുന്നു. ഒന്ന് ID, നെയിം, ഫോൺ നമ്പർ. അതിൻ്റെ ടൈപ്പ് എന്താണ്? ഇൻറ്റ് വർക്ക്യാർ ഓഫ് 20, ഇൻറ്റ് ഓഫ് 10, നള്ള്,
ഇതൊക്കെ ഓരോ ഫീൽഡുകളാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കാം, എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. പക്ഷെ നിങ്ങളിപ്പോൾ ഈ ഒരു 2 കോളംസ് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു ടൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ, നമ്മൾ ക്രിയേറ്റ് ടേബിൾ കമാൻഡൊക്കെ എഴുതുമ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ആ ക്രിയേറ്റ് ടേബിൾ കമാൻഡ് നമ്മളിപ്പം ഇതിൽ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇവിടെ ക്രിയേറ്റ് ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ടേബിൾ കൊടുത്തു. അതിനുശേഷം ഇത് സിൻടാക്സ് എഴുതി, ഈ ഒരു എക്സാമ്പിൾ എഴുതി, അതിനുശേഷം ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, എഴുതിക്കോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ, ക്രിയേറ്റ് എ ടേബിൾ പേഴ്സൺ വിത്ത് ദി ഫോളോയിങ് ഫീൽഡ്സ് ID, നെയിം, ഫോൺ. അങ്ങനെ അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1, ക്രിയേറ്റ് എ ടേബിൾ പേഴ്സൺ വിത്ത് ദി ഫോളോയിങ് ഫീൽഡ്സ് ID, നെയിം, ഫോൺ. അതിനുശേഷം നിങ്ങൾ എഴുതേണ്ട ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ആൻസറാണ് എഴുതേണ്ടത്. ആ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഈ ലൈൻസ് ആണ്. ക്രിയേറ്റ് ടേബിൾ പേഴ്സൺസ്, ID int of 3, നെയിം var of 20, ഫോൺ int of 10. എന്നതിന് ശേഷം ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താണ്, അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ MySQL എന്നൊക്കെ ഇവിടെ എഴുതണം കേട്ടോ. MySQL ഇവിടെ തൊട്ടിട്ട് MySQL തൊട്ടിട്ട് ഇവിടെ എഴുതി ഇത്ര എഴുതണം. എന്നിട്ട് അഗെയിൻ MySQL കൊടുക്കുക, പിന്നെ ഡിസ്ക് പേഴ്സൺസ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ടേബിൾ സ്ട്രക്ചർ വരച്ചെടുക്കണം നോട്ട്ബുക്കിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് MySQL ഒരു ടേബിൾ എങ്ങനെ ആൾട്ടർ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ടേബിൾ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പിന്നീട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു കോളം അതിലേക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു കോളം ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ നമുക്ക് യൂസ് ചെയ്യാവുന്ന ക്വറിയാണ് ആൾട്ടർ ടേബിൾ. ആൾട്ടർ ടേബിളിൻ്റെ കൂടെ നമ്മൾ വീണ്ടും കമാൻഡ്സ് എഴുതണം, എന്നാൽ മാത്രമേ നമുക്കതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റൂ. അപ്പോൾ നമ്മൾ അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആൾട്ടർ ടേബിൾ ആഡ്, അതായത് ഒരു എക്സിസ്റ്റിംഗ് ക്രിയേറ്റഡ് ടേബിളിലേക്ക് ഒരു അഡീഷണൽ ഒരു കോളം ആഡ് ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൾട്ടർ ടേബിൾ ആഡ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആൾട്ടർ ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? ഇറ്റ് ഈസ് യൂസ് ടു ആഡ്, ഡിലീറ്റ് ഓർ മോഡിഫൈ കോളംസ് ആൻഡ് കൺസ്ട്രെയിൻസ് ഇൻ ആൻ എക്സിസ്റ്റിംഗ് ടേബിൾ. ഒരു എക്സിസ്റ്റിംഗ് ടേബിളിലേക്ക് നമുക്ക് കോളംസ് ആഡ് ചെയ്യാനോ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് മോഡിഫിക്കേഷൻ വരുത്താനോ വേണ്ടിയിട്ട്, അതുപോലെ കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൾട്ടർ ടേബിൾ, അതായത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടേബിളിനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ആൾട്ടർ ടേബിൾ കമാൻഡ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഹൗ ടു ആഡ് എ കോളം. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിൻ്റെ അവിടേക്ക് നമുക്കൊരു കോളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾട്ടർ ടേബിൾ നെയിം കൊടുക്കുക. ഏത് ടേബിളിലേക്കാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ആ ടേബിൾ നെയിം സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ആഡ് കോളം നെയിം, പുതിയ കോളത്തിൻ്റെ നെയിം, പിന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പ്, അതിനുശേഷം സെമിക്കോളൻ. ഈ രീതിയിലാണ് നമ്മൾ ഒരു ടേബിളിലേക്ക്, ക്രിയേറ്റഡ് ടേബിളിലേക്ക് ഒരു അഡീഷണൽ കോളം ആഡ് ചെയ്യുന്നതിൻ്റെ ക്വറി എന്ന് പറയുന്നത്. ആൾട്ടർ ടേബിൾ നെയിം, ആഡ് കോളം നെയിം, ഡാറ്റ ടൈപ്പ്. ഓക്കെ, അതായത് ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഫോളോയിങ് SQL ആഡ്സ് ആൻ ഇമെയിൽ കോളം ടു ദി പേഴ്സൺസ് ടേബിൾ. നമ്മൾ ഓൾറെഡി ഒരു പേഴ്സൺസ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ടേബിളിലേക്ക് ഇമെയിൽ എന്ന് പറയുന്ന ഒരു കോളം കൂടി നമുക്ക് വേണം. അപ്പോൾ അതിന് എന്ത് ക്വറിയാണ് നമ്മൾ എഴുതേണ്ടത്? അത് ആൾട്ടർ ടേബിൾ പേഴ്സൺസ്, അതായത് ഈ ടേബിളിലേക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആൾട്ടർ ടേബിൾ പേഴ്സൺസ് ആഡ് ഇമെയിലാണ് കോളം നെയിം ആൻഡ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് var of 255. ഇനി ഇത് എങ്ങനെ എക്സിക്യൂട്ട് ആവുന്നു എന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക്
MySQL ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇനി ഈ ക്വറി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് MySQL ഓപ്പൺ ചെയ്യുക. ദെൻ ഗിവ് പാസ്വേഡ്. ഓക്കെ, പാസ്വേഡ് എൻ്റർ ചെയ്തു. അതിനുശേഷം നമുക്ക് ഒരു ആഡ് ചെയ്യാൻ വേണ്ടി കോളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഡാറ്റാബേസ് ഏത് ഡാറ്റാബേസിലാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ആ ഡാറ്റാബേസ് സെലക്ട് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ യൂസ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തത് മൈ ഡാറ്റാബേസ്. ഓക്കെ, ഡാറ്റാബേസ് ചേഞ്ച്. ഇനി അതിൽ ടേബിൾസ് കാണാൻ വേണ്ടിയിട്ട് ഷോ ടേബിൾസ് ക്വറി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മൈ ഡാറ്റാബേസിൽ ഇപ്പോൾ പേഴ്സൺസ് എന്ന് പറയുന്ന ഒരു ടേബിൾ മാത്രമാണുള്ളത്. ഓക്കെ, ഇനി ആ പേഴ്സൺസിലാണ് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത്. ഇനി ജസ്റ്റ് നമുക്ക് ആ പേഴ്സണിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. DESC പേഴ്സൺസ്. ഓക്കെ, ഇതാണ് പേഴ്സണിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്കാണ് എനിക്ക് ഒരു കോളം കൂടെ ആഡ് ചെയ്യേണ്ടത്. അതിന് ഞാൻ കൊടുക്കേണ്ട ക്വറി ആൾട്ടർ ടേബിൾ, അതിനുശേഷം ടേബിൾ നെയിം. ഏതാണ് ടേബിൾ നെയിം? പേഴ്സൺസ്. ദെൻ ആഡ് ഇനി കോളം നെയിം സ്പെസിഫൈ ചെയ്യുക. ഇമെയിൽ, അതിൻ്റെ ടൈപ്പ് varchar of 255. ഓക്കെ, അപ്പോൾ ഇതോടെ എൻ്റെ ക്വറി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ സെമിക്കോളൻ ഇട്ട് കൊടുക്കുക, എൻ്റർ. അപ്പോൾ നമ്മുടെ ക്വറി ഓക്കെ ആണ്. ഇനി നമുക്ക് നമ്മൾ കൊടുത്ത ആ ചേഞ്ചസ് അതിൽ, അതായത് കോളം ആഡ് ചെയ്ത് വന്നു എന്ന് കാണാം. അതിനുവേണ്ടി അഗെയിൻ DESC കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലാസ്റ്റ് ഇമെയിൽ എന്ന് പറയുന്ന ഒരു കോളം കൂടി നമ്മുടെ ഈ ഒരു ടേബിളിൽ ആഡ് ചെയ്തു. സോ വി ക്യാൻ ഹാവ് 4 ഫീൽഡ്സ് നൗ. ഓക്കെ, ഇനി നമുക്ക് ഡ്രോപ്പ് കോളം, ഒരു കോളം നമുക്ക് വേണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ടു ഡിലീറ്റ് എ കോളം ഇൻ എ ടേബിൾ യൂസ് ദ ഫോളോയിങ് സിൻടാക്സ്. അതിനും നമ്മൾ ആൾട്ടർ ടേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ഡ്രോപ്പ് കോളം, കോളം നെയിം, അങ്ങനെയാണ് കൊടുക്കുന്നത്. ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ഡ്രോപ്പ് കോളം, കോളം നെയിം. ഓക്കെ, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഇമെയിൽ എന്ന് പറയുന്ന കോളം നമുക്ക് നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഫോളോയിങ് SQL ഡിലീറ്റ്സ് ഇമെയിൽ കോളം. നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുള്ള ഇമെയിൽ എന്ന് പറയുന്ന കോളം പേഴ്സൺസ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആൾട്ടർ ടേബിൾ, പേഴ്സൺസ്, ഡ്രോപ്പ് കോളം, ഇമെയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാനൊരു വ്യത്യാസം പറഞ്ഞുതരാം. ആഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കോളം എന്ന് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആഡ് കോളം നെയിം ഡാറ്റ ടൈപ്പാണ് കൊടുക്കുന്നത്. പക്ഷേ ഡ്രോപ്പ് കൊടുക്കുമ്പോൾ ഡ്രോപ്പ് കോളം എന്ന് തന്നെ കൊടുക്കണം. അത് മിക്കവാറും മിസ്റ്റേക്സ് വരുത്തുന്ന ഒരു കേസാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ഡ്രോപ്പ് കോളം എന്ന് തന്നെ സ്പെസിഫൈ ചെയ്യണം. അതിനുശേഷം ഇമെയിൽ, അതായത് ഏത് കോളമാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ പേര് സ്പെസിഫൈ ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം സെമിക്കോളൻ. ഇനി ഈ ക്വറി നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം പേഴ്സൺസ്, okay, drop column, email, അതിനുശേഷം സെമിക്കോളൻ. ഓക്കെ, ക്വറി ഓക്കെ ആയി. ഇനി നമുക്കൊന്നും കൂടെ അത് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഇമെയിൽ എന്ന് പറയുന്ന കോളം അഗെയിൻ നമ്മളിവിടെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി കോളംസ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിളിൽ ക്രിയേറ്റ് ചെയ്ത കോളംസ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് എങ്ങനെ, അഡീഷണൽ കോളംസ് ആഡ് ചെയ്യുന്നത്, അതുപോലെ
കോളംസ് എക്സിസ്റ്റിംഗ് കോളംസ് ഡിലീറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇനി ഒരു എക്സിസ്റ്റിംഗ് കോളത്തിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നത് എങ്ങനെയൊക്കെ നോക്കാം. The basic syntax of an alter table command to change the data type of a column in a table is as follows. അപ്പോൾ നമുക്ക് ഒരു ടേബിളിൽ ഉള്ള ഒരു കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സ്പെസിഫൈ ചെയ്യാം. ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ദെൻ മോഡിഫൈ കോളം നെയിം, ഡാറ്റ ടൈപ്പ്, ഈ രീതിയിൽ കൊടുക്കാം. ഓക്കെ, ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ദെൻ മോഡിഫൈ കോളം, ഏത് കോളാണോ മോഡിഫൈ ചെയ്യേണ്ടത് മോഡിഫൈ കോളം, ആ കോളത്തിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യുക. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഡാറ്റ ടൈപ്പ്, നേരത്തെ ഒരു ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ രീതിയിൽ കൊടുക്കാം. ഇവിടെ ഞാൻ പേഴ്സൺസ് എന്ന് പറയുന്ന ടേബിളിൽ നമ്മൾ നേരത്തെ ID സ്പെസിഫൈ ചെയ്തത് ഇൻറ്റിജർ ആയിട്ടായിരുന്നു. അതെനിക്ക് വോർക്യാർ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എനിക്ക് ക്വറി കൊടുക്കാവുന്നതാണ്. ആൾട്ടർ ടേബിൾ പേഴ്സൺസ് മോഡിഫൈ കോളം പേഴ്സൺ ID വോർക്യാർ ഓഫ് 5. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു നോക്കാം. എന്താണ് ഈ ID എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പാണ്. അത് മാറ്റിയിട്ട് അതാണ് ഞാൻ മാറ്റാൻ പോകുന്നത്. അത് വോർക്യാർ ആക്കാൻ പോവുകയാണ്. ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം പേഴ്സൺസ് മോഡിഫൈ കോളം. ഇനി എന്താ മോഡിഫിക്കേഷൻ വരുത്തുന്ന മോഡിഫൈ കോളം നെയിം ID, അതിൻ്റെത് വോർക്യാർ ഓഫ് 10 എങ്കിൽ 5, വോർക്യാർ ഓഫ് 10 5 എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇൻറ്റിജർ ആയിരുന്നു. ഇനി അത് മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് അഗെയിൻ DESC പേഴ്സൺസ്, നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ID ഇൻറ്റ് ആയിരുന്നു, ഇൻറ്റ് ഓഫ് 11 എന്നുള്ളത് വോർക്യാർ ഓഫ് 10 ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ